മെത്രാനെ വേണോ ക്രിസ്തുവിനെ വേണോ? പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈ കൊച്ചു കേരളത്തിൽ എത്ര ശതമാനം ക്രിസ്ത്യാനികളുണ്ട്. ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ ചവിട്ടിക്കയറ്റുവാനുള്ള ആളുകളില്ലെങ്കിൽ പോലും ആ സഭകൾക്ക് പോലും 35-40 മെത്രാന്മാർ ചുവന്ന നൈറ്റിയും ഇട്ട് ഹുയാൻ സാങ്ങിൻ്റെ തൊപ്പിയും അംശവടിയും പിടിച്ച് നടക്കുന്ന ഇവന്മാരെ തീറ്റിപ്പോറ്റേണ്ടുന്ന ബാധ്യത ഈ പാവപ്പെട്ട വിശ്വാസികൾക്കാണ്. ഓർത്തഡോക്സ് സഭ അടുത്ത മാസം ഒരു 4 പുതിയ മെത്രാന്മാരെ കൂടി വിരിയിച്ചിറക്കുവാൻ ഒരുങ്ങുകയാണ്. ഈ മെത്രാന്മാർക്ക് എന്തുമാത്രം പ്രാധാന്യമാണ് ഇവർ നൽകുന്നത്? പരിശുദ്ധ പിതാവ്, ഹിസ് ഹോളിനെസ്, ഹിസ് ഗ്രേസ്, എന്തൊക്കെ വിശേഷണങ്ങളാണ് നൽകുന്നത്. ഇവന്മാരുടെ വാറോലുകൾക്ക് പറയുന്നത് കൽപ്പനകൾ. അതുപോലെ ഇവരെ വിളിക്കുന്നത് തിരുമനസ്, തൃക്കൈമുത്തി ഞങ്ങൾ ഉണർത്തിക്കുന്നത്. എന്നാൽ നമ്മുടെ ക്രിസ്തുവിനെ ഇവർ എന്താണ് വിശേഷിപ്പിക്കുന്നത്? പ്രിയമുള്ള വിശ്വാസികളെ, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചുവന്ന അങ്കിധാരികൾക്ക്, ഈ മെത്രാന്മാർക്ക് എന്ത് പ്രാധാന്യമാണ്, എന്ത് പ്രസക്തിയാണുള്ളതെന്ന് വിശദമാക്കിയാണ് മൈ ചർച്ചിന്റെ സ്ഥാപകനായ എ.വി. തോമസ് അച്ചായൻ. നമ്മൾ യെഹെസ്കേൽ പ്രവചനം 34-ാം അധ്യായം 10-ാം വാക്യത്തിനകത്ത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഇടയന്മാർക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ എൻ്റെ ആടുകളെ അവരുടെ കയ്യിൽ നിന്നും ചോദിച്ച് ആടുകളെ മേയ്ക്കുന്ന വേലയിൽ നിന്നും അവരെ നീക്കിക്കളയും. ഇടയന്മാർ ഇനി തങ്ങളെ തന്നെ മേയിക്കുകയില്ല. എൻ്റെ ആടുകൾ അവർക്ക് ഇരയായി തീരാതിരിക്കേണ്ടതിന് ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് വിടുവിക്കും. യെഹെസ്കേൽ പ്രവചനത്തിനകത്ത് കർത്താവ് പറയുന്നതാണ്, ഇടയന്മാർക്ക് ദൈവം വിരോധമായിരിക്കുന്നു. അതായത് ഇപ്പം നമ്മൾ ഈ പറയുന്ന സഭ, ഒരു കൂട്ടം തിരുമേനിമാരും കുറെ അച്ഛന്മാരും അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റുമായിട്ടുള്ള ഈ സംഗതിയെ അവർക്ക് ഞാൻ വിരോധമായിരിക്കുന്നു എന്ന് ദൈവം പറയുന്നു. അപ്പോൾ നമുക്കതിനകത്തൊരു മെസ്സേജ് ഉള്ളത് എന്താണെന്നറിയാവോ? ദൈവം എന്തിനെ വെറുക്കുന്നു അത് നമ്മൾ വെറുക്കണം. പിന്നെ സക്കറിയ പ്രവചനത്തിൽ 10-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ കോപം ഇടയന്മാരുടെ നേരെ ജ്വലിക്കുന്നു. ഞാൻ കോലാട്ട് കൊറ്റന്മാരെ സന്ദർശിക്കും. സൈന്യങ്ങളുടെ യഹോവ തൻ്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് അവരെ പടയിൽ തനിക്ക് മനോഹര തുരങ്കം ആക്കും. അതിനകത്ത് കോലാട്ട് കൊറ്റന്മാരെ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാവും? ഇപ്പോഴത്തെ നമ്മുടെ ഈ 2000 വർഷം കഴിഞ്ഞിട്ട് ആരും ഒന്നും ചെയ്തില്ലെങ്കിൽ കർത്താവ് പറഞ്ഞ ശിഷ്യന്മാരെന്ന് പറയുന്നതിന് അല്ലോ പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് ഈ കോലാട്ട് കൊറ്റന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന ലീഡേഴ്സ് എന്നാണ്. അതായത് ഈ വലിയ പേരുകേട്ട ചില പുരോഹിതന്മാരും ചില തിരുമേനിമാരും ദൈവത്തിൻ്റെ ജനത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരെ ഞാൻ സന്ദർശിക്കുമെന്നാണ് കർത്താവ് കൽപ്പിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രതീക്ഷ വളരെ വലുതാണ്. അവർ യുദ്ധത്തിൽ ശത്രുക്കളെ വീതിയിലെ ചേറ്റിൽ ചവിട്ടിക്കളയുന്ന വീരന്മാരെ പോലെ യഹോവ അവരോടുകൂടെ ഉള്ളത് കൊണ്ട് അവർ കുതിരച്ചേവകർ ലജ്ജിച്ചു പോകാൻ തക്കവണ്ണം പൊരുതും. ആര്? ശിഷ്യന്മാർ. നിങ്ങൾ പുരോഹിതന്മാരെന്ന് ആര് പറഞ്ഞു? പൗരോഹിത്യം സക്കറിയായോടുകൂടി തീർന്നില്ലയോ? സ്നാപക യോഹന്നാൻ എപ്പോഴെങ്കിലും പുരോഹിതനായോ? എപ്പോഴെങ്കിലും മൃഗബലി നടത്തിയോ? ഇല്ല. യേശു എപ്പോഴെങ്കിലും മൃഗബലി നടത്തിയോ? ഇല്ല. നിങ്ങൾ ഇപ്പോഴായിരിക്കുന്ന കസേരയിൽ ഇരിക്കുന്നതിന് ദൈവം നിങ്ങൾക്ക് അധികാരം തന്നിട്ടില്ല. നിങ്ങൾ 2 കൂട്ടരും, അതായത് പുരോഹിതരും പാസ്റ്റർമാരും കള്ള നാണയമാകുന്നു. പാസ്റ്റരെയും പുരോഹിതനെയും ഏൽപ്പിച്ച കൽപ്പന അവർ പാലിച്ചോ? ഇല്ല. 2 കൂട്ടരും വേദപുസ്തകത്തെ മാനിക്കുന്നില്ല. മാർട്ടിൻ ലൂതർ പറഞ്ഞു, വേർഡ്, നത്തിങ് ബട്ട് വേർഡ്. നിങ്ങൾ കേട്ടില്ല, അദ്ദേഹത്തെ നിങ്ങൾ മുടക്കി. ദൈവം അന്ന് തന്നെ നിങ്ങളെയും നിങ്ങളുടെ സന്തതിയെയും മുടക്കി സാത്താന് വിട്ടുകൊടുത്തു. അതുകൊണ്ട് ദൈവവും നിങ്ങളുമായി ഒരു ബന്ധവുമില്ല. ചുമ്മാതെ ഒരുവനെ കസേരയിലിരുത്തി യോഗ്യൻ എന്ന് 2 പേർ പറഞ്ഞാൽ തിരുമേനി ആവുകയില്ല.
അദ്ദേഹം എഴുന്നള്ളത്ത് സ്വീകരിക്കാൻ ഒരിക്കലും യോഗ്യനല്ല. യെശയ്യാ പ്രവചനം 42:7 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഇവിടെ അർത്ഥം ശിഷ്യനായിരിക്കുന്ന XY എന്നാണ് അതിൻ്റെ അർത്ഥം. യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. നിന്നെ ജനത്തിൻ്റെ നിയമവും ജാതികളുടെ പ്രകാശവും ആക്കും. ഇത് ശിഷ്യന്മാരോടാ, ഇന്നത്തെ കാലത്ത് ശിഷ്യന്മാരോടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ഇരിക്കുന്ന തിരുമേനിമാരെയും അച്ഛന്മാരെയും പോപ്പുമാരെയും കർത്താവ് ഇതുപോലെ വിളിച്ചിട്ടില്ല. നിന്നെ ആരും വിളിച്ചിട്ടില്ല. പുറം വാതിൽ കൂടി കടന്നു വന്നവനാകുന്നു നീ, യോഗ്യനല്ല. 8-ാം വാക്യത്തിൽ ഞാൻ യഹോവ, അത് തന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. യേശു ശിഷ്യന്മാർക്ക് സർവ്വ അധികാരവും കൊടുത്തു, അഭിഷേകം ചെയ്തു, ഇടതടവില്ലാതെ കൂടെ ഇരുന്നു നടത്തുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഇവരും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. കൽപ്പന പാലിക്കാതെ അന്യന്റെ ചോര കുടിച്ച് വീർത്തിരിക്കുന്ന നീയും യേശുവിൻ്റെ ശിഷ്യന്മാരുമായി ചേരുകയില്ല. ഇപ്പോൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. സാത്താനെ ഉപേക്ഷിക്കുക, മശിഹായെ സ്വീകരിക്കുക, താഴ്മ ആചരിക്കുവാൻ പഠിക്കുക, യേശുവിൽ വിശ്വസിക്കുക, എല്ലാം ആ പാദത്തിൽ സമർപ്പിക്കുക, യേശുവെ പോലെ ആകുവാൻ ശ്രമിക്കുക. അതെ, സ്വർഗരാജ്യം സകല വാഗ്ദാനങ്ങളും കരസ്ഥമാക്കുന്നതിന് തയ്യാറാകുക. അനുസരണം ബലിയേക്കാൾ നല്ലത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.